നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എനിക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് വന്നതാണ്. ജനറൽ റീഡിംഗ് ആയിട്ട് ഒരു റീഡിംഗ് എടുക്കണമെന്ന് പറഞ്ഞു. അകന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്, അതാണ് അവർക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു. ജനറൽ റീഡിംഗ് മതി എന്ന് പറഞ്ഞു. എടുക്കാൻ പോവാണ്. ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഭാവി എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചാൽ തുടങ്ങുന്നത്. ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. റീഡിംഗ് വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഭഗവാൻ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാൻ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാൻ ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇതൊരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്. ഇനി കാർഡുകളെല്ലാം വരുമോ നോക്കാം. ഡിലേസിനെ കുറിച്ചാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നില്ല, കാലതാമസം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതിനുള്ള ശരിക്കുമുള്ള സമയമാകുമ്പോൾ മാത്രമേ ആ വിചാരിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയാണ് ഞാൻ ആദ്യം നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. ഇതൊരു സ്നേഹബന്ധം, ഭയങ്കര സ്ട്രോങ് ആയിരുന്ന ഒരു സ്നേഹബന്ധം. ചിലപ്പോൾ ഇതൊരു ലവ് മാരേജ് ആയിരുന്നിരിക്കാം. ഭയങ്കര സ്ട്രോങ് ആയ ഒരു സ്നേഹബന്ധമാണ്. പക്ഷെ അത് അങ്ങനെ തന്നെ കീഴ്മേൽ മറിഞ്ഞു. എന്തൊക്കെയോ കാര്യം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം പ്രശ്നത്തിലാണെന്നാണ് പറയുന്നത്. ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ സറണ്ടർ ചെയ്യുക, ഒരു റിലേഷൻഷിപ്പ് സറണ്ടർ ചെയ്യുക. ഇനി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ ഇനി എനിക്ക് അതിനകത്ത് പ്രവർത്തിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യാണ്. പക്ഷെ ഇത് ഇനിയും ഈ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് അറിയണം എന്ന് ചിലർക്ക് ആഗ്രഹമുണ്ട്. ഇനിയും ഞങ്ങൾ ഒന്നും കൂടെ ട്രൈ ചെയ്താൽ എന്തെങ്കിലും ഭാവി ഉണ്ടാകുമോ? ഇത് പൈസീസ് സോഡിയാക് സൈൻ ആണ്. അത് ആരോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്ക് എന്താണ് ഫീലിങ്സ്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്കുള്ള ഫീലിങ്സ്. നിങ്ങൾ ഈ വ്യക്തിയെ അകലെ നിന്ന് നോക്കുകയാണ്. ഇപ്പൊ റിലേഷൻഷിപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ. പക്ഷെ എന്നാലും നിങ്ങൾ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സക്സസ്ഫുൾ ആകണമെങ്കിൽ ആകട്ടെ. ഇത് 9 of Wands ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ പോയിട്ടാണ് റിലേഷൻഷിപ്പ് സെപ്പറേഷനിലേക്ക് പോയത്. പക്ഷെ സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇനിയും ഇത് വിട്ട് കളയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. മനസ്സിലായി? നിങ്ങൾ ഇപ്പോഴും ആ റിലേഷൻഷിപ്പ്, ഈ വ്യക്തി എന്ത് ചെയ്യണോ, ഇനി തിരിച്ചു വരുമോ എന്നൊരു പ്രതീക്ഷയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെയധികം പണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ജനറസ് ആണ്. വളരെ നല്ല വെച്ചാല് ഈ കിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. കിങ് കുറച്ച് ഉഴപ്പ് സ്വഭാവം കൂടിയുള്ള ഒരാളായിട്ടാണ് ഈ വ്യക്തിയെ കാണിക്കുന്നത്. കിങ് ഓഫ് പെന്റക്കിൾസ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. പണം ഉണ്ടാക്കാൻ മാത്രമല്ല എന്ന് വെച്ചാൽ ഈ വ്യക്തി 24 hours ജോലി 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ജോലി ചെയ്താല് അതിനനുസരിച്ച് പ്രതിഫലം കിട്ടുന്ന ഒരു എനർജിയാണ്. പക്ഷെ ചെറിയ ഒരു ഉഴപ്പ് സ്വഭാവം ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ വ്യക്തി പറയുമ്പോൾ, ഈ വ്യക്തി
നിങ്ങളോടുള്ള ഫീലിങ്സ് തുറന്ന് പറയില്ല, വളരെ സീക്രട്ടീവ് ആയിട്ട് വെക്കുന്ന ഒരാളാണ്. പോയ ആള് തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നത്, ഞാനായിട്ട് ഇതിനകത്തൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഫീലിങ്സ്, ഈ വ്യക്തി തിരിച്ചു വന്നാൽ കൊള്ളാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും ദൂരെ നിന്ന് റിലേഷൻഷിപ്പ് നോക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ ഈ റിലേഷൻഷിപ്പിലുള്ള ആ ബന്ധം വിട്ട് കളഞ്ഞിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഫീലിങ്സ് ഉണ്ട്. ഈ വ്യക്തി പക്ഷെ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്. നിങ്ങൾ ആ വ്യക്തിയെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഈ വ്യക്തി ഫ്യൂച്ചറിലേക്കാണ് നോക്കുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാല് കുറച്ച് ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി വിചാരിക്കുന്നത് വേണമെങ്കിൽ വരട്ടെ, മനസ്സിലായോ എന്നാണ്. പക്ഷെ ഫ്യൂച്ചറിലേക്കാണ് നോക്കുന്നത്. ഈ വ്യക്തി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. ഇനി തിരിച്ചു പോകില്ല, മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജിയാണ്. ചിലര് വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുക. പക്ഷെ അവര് വേണ്ടാന്ന് വെച്ചാല് നമ്മളെ തലകുത്തി നിന്നാലും അവര് തിരിച്ചു വരില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് സെപ്പറേഷനിലേക്ക് പോയതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ കാര്യം എന്താണ്? നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് എന്താണ് വേണ്ടത്? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് എന്താണ് വേണ്ടത്? ഭഗവാനെ ഓം നമഃ ശിവായ. നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് എന്താണ് വേണ്ടത്? ഭഗവാനെ, നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് എന്താണ് വേണ്ടത്? ഫോർ ഓഫ് സ്വേർഡ്സ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് എന്താണ് വേണ്ടത്. ഈ ബന്ധത്തില് സന്തോഷമില്ല, സമാധാനമില്ല, ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ പറയുന്ന കുഴപ്പമില്ല, ഈ ബന്ധത്തിൽ ഒന്നും എനിക്ക് കിട്ടുന്നില്ലെങ്കിലും ഈ ബന്ധം അവിടെ ഇരുന്നോട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് തന്നെയാണ് ഈ ബന്ധത്തിലെ പ്രശ്നവും. നിങ്ങൾക്ക് എന്താണ് ഈ ബന്ധത്തിൽ നിന്ന് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ഈ ബന്ധത്തില് എനിക്ക് ഈ വ്യക്തി ഇഷ്ടമാണ്, ഹാപ്പി അല്ല, ഭയങ്കര ഉപദ്രവം, ഞാൻ എക്സാമ്പിൾ പറയാം, ഭയങ്കര ഉപദ്രവമാണ്, വീട്ടിൽ വരില്ല, അതാണ് ഇതാണ്, പല ബന്ധങ്ങളുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നാലും എനിക്ക് ഈ വ്യക്തിയെ വേണം എന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോ ഇവിടെ ഈ ബന്ധത്തിൽ ഹാപ്പിനെസ് ഇല്ല എന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്നാലും എനിക്ക് ഇവിടെ ആക്ഷൻ ഒന്നുമില്ല, ഇവിടെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ ഫ്യൂച്ചർ ഒന്നും ഞാൻ കാണുന്നില്ല, എന്നാലും എനിക്ക് ഈ ബന്ധം വേണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ വ്യക്തി അവര് നിങ്ങളിൽ നിന്നുള്ള ബന്ധം കൊണ്ട് എന്താണ് വേണമെന്ന് വിചാരിച്ചിരുന്നത്? നല്ല കമ്മ്യൂണിക്കേഷൻ. ഇവർ ഈ ഫൈവ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. അവരൊരു കോമ്പറ്റീഷന് റെഡി അല്ല നിങ്ങളുമായിട്ട്. അപ്പൊ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തില് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. നിങ്ങള് അവരുമായിട്ട് ഒരു കോമ്പറ്റീഷനിൽ എത്തിയ പോലെ, ആരാണ് ബെറ്റർ, ആരാണ് കൂടുതൽ സ്നേഹിക്കുക, നിങ്ങളെ ആരാണ്. ഇപ്പം ചിലര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചിലര് പറയും എന്റെ ഭർത്താവിന് ഞാനല്ലാതെ ആർക്കും എന്റെ അത്രയും സ്നേഹിക്കാൻ പറ്റില്ല എന്ന്. അത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യമാണ്, അത് ആ വ്യക്തിക്കും കൂടെ തോന്നണ്ടേ, അല്ലെ? അവിടെയാണ് നമ്മൾക്ക് ഇവിടെ അതുപോലത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ല, നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നത്, നല്ലൊരു ബന്ധം. മനസ്സിലായോ? പീസ്ഫുൾ ആയ പരമായ ഒരു സംഭാഷണം. പക്ഷേ സംഭാഷണത്തിന്റെ ഇടയിൽ നിങ്ങൾ വ്യക്തിക്ക് പാര വെച്ചിരുന്ന പോലെയാണ് ഈ വ്യക്തി പറയുന്നത്. ഇത് നിങ്ങൾ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ഒതുങ്ങിക്കൂടിയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാലും വ്യക്തി പറയുന്നത് അങ്ങനെ അല്ല, എനിക്ക് സമാധാനം വേണമായിരുന്നു. പക്ഷെ സംസാരത്തിൽ പോലും കുത്തുവാക്കുകൾ യൂസ് ചെയ്തിരുന്ന ഒരാളാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. എപ്പോഴും കോമ്പറ്റീഷനിലേക്ക് പോയിരുന്നത്. അപ്പോൾ ഈ ബന്ധത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ വ്യക്തിക്ക് നല്ല ചിന്തകളൊന്നും ഇല്ല, നല്ല ഒരു സന്തോഷകരമായ ഒരു സമയം ഓർത്തെടുക്കാൻ വ്യക്തിക്ക് പറ്റുന്നില്ല. എപ്പോഴും കുത്തുവാക്കുകളും എപ്പോഴും ഒരു എന്താ പറയാ കുറച്ച് കാണിക്കല്, ഒരു കമ്പാരിസൺ ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഈ വ്യക്തിയെ കമ്പയർ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയാണ്, സംഭാഷണത്തിലാണ് പ്രശ്നങ്ങൾ എന്നാണ് വ്യക്തി പറഞ്ഞത്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു മീൻസ് ചിലര് പറയില്ല, ചില സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സംസാരിക്കണം, ഒരു അഡ്വൈസ് വേണം. നമ്മളൊരു അഡ്വൈസ് ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ ഇമോഷണൽ ആയ ആളുകളോട് നമ്മൾ ഒരു അഡ്വൈസ് ചോദിക്കുമ്പോൾ അവർ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തരുക. പക്ഷെ നിങ്ങളുടെ ഈ വ്യക്തി ഇമോഷണൽ ആയിട്ട് ഒരു അഡ്വൈസ് അല്ല ആഗ്രഹിച്ചിരുന്നത്, കാര്യങ്ങൾ കണ്ട് അത് ലോജിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച ഒരു അഡ്വൈസ് ആണ് ആഗ്രഹിച്ചിരുന്നത്.
അപ്പൊ ഈ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ ഇമോഷൻസ് കയറുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. ഈ വ്യക്തി ഇമോഷണൽ അല്ല എന്നല്ല പറയുന്നത്, ഈ വ്യക്തി ഭയങ്കര ഇമോഷണൽ ആണ്. പക്ഷേ ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും ഒരു ഡ്രാമ വരുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ സംഭാഷണങ്ങള് ഒരു വഴക്കിലേക്കും ഒരു ഡ്രാമയിലേക്കും ഒരു സെന്റിമെന്റൽ ഒരു ബ്ലാക്ക് മെയിലിംഗിലേക്കും ഒക്കെ പോയിരുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. വ്യക്തിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. വ്യക്തി പറയുന്നത് എനിക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ്. ഞാൻ ഒരു കാര്യം ഒരാളോട് പറഞ്ഞാല് അത് വളരെ കാര്യമായിട്ട് എടുത്ത് അതിന്റെ കാര്യങ്ങൾ എല്ലാ സൈഡും നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയുന്ന ഒരാളെ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അത് നിങ്ങളിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് വ്യക്തി പറയുന്നത്. ഓഹോ, ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്? ഈ വ്യക്തി ഇനി റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ ഇതിനു മുമ്പ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആയിരുന്നു. പക്ഷേ ഈ വ്യക്തി ഇനി തിരിച്ച് നിങ്ങളുമായിട്ട് പരിചയമായിരുന്നപ്പോ ഈ വ്യക്തി ഇപ്പൊ ഭയങ്കര ഉയർന്ന ഒരു ലെവലിലാണ്. ഈ വ്യക്തി വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഈ നേടി. ഫിനാൻഷ്യൽ ആയിരിക്കാം, എന്താണോ വലിയ പ്രൊമോഷൻ ആയിരിക്കാം, നല്ലൊരു ബിസിനസ് ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടാവാം. എന്താണ് ഈ വ്യക്തിയുടെ അവസ്ഥ എന്നറിയില്ല. നിങ്ങളുമായിട്ട് ഒപ്പം ഉണ്ടായിരുന്നപ്പോ ഉള്ള അവസ്ഥയിലല്ല, അതിൽ നിന്ന് വളരെ മുമ്പോട്ട് പോയി, വളരെ സക്സസ്ഫുൾ ആണ് വ്യക്തി. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് വെച്ചാല് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ഈ വ്യക്തി പിന്നെയും പഴയ എനർജിയിലേക്ക് വരണം. മനസ്സിലായോ? ഒരാള് നമ്മള് ഒരു സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ ഒരാൾ ഒരു എയിമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മള് വഴിയില് കുറെ പേരെ മീറ്റ് ചെയ്യും. അവരെല്ലാം നമ്മളുടെ ഒരാളുടെ ഒരു ഉദ്ദേശത്തോടെയാണ് ഒരാൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ അയാളുടെ വഴിയിൽ വെച്ച് അയാൾ കാണുന്നവർക്ക് ആളുകള് ഇയാൾക്ക് ഈ ഒരു ഗെയിം ഗോളില്ലേ അതിന് ഒരു മുതൽക്കൂട്ടാവണം. അതല്ലാതെ ഈ വ്യക്തിയെ പുറകോട്ട് വലിക്കുന്ന, ഇമോഷണലി വളരെ ഡിസ്റ്റർബ് ചെയ്യുന്ന, വ്യക്തിയുടെ ഗോളുകളിൽ നിന്ന് ഈ വ്യക്തിയെ വലിച്ചു മാറ്റുന്ന ആളുകളെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളുടെ അടുത്തുനിന്ന് മുമ്പോട്ട് പോയപ്പോ ഈ വ്യക്തി എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനിയും ഈ വ്യക്തിക്ക് മുമ്പോട്ട് പോകാനുണ്ട്. തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ പാസ്റ്റിലേക്ക് വരിക, പാസ്റ്റിൽ നടന്ന പ്രശ്നത്തിലേക്ക്, ആ പഴയ എനർജിയിലേക്ക് വന്ന് കയറുകയാണ് അതിനർത്ഥം. അത് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വ്യക്തി പഴയ സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ അടുത്തുനിന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞു, ഇനിയും മുമ്പോട്ട് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് കഷ്ടം. അപ്പൊ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളെ കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കുന്നതിലും നല്ലത് പോയത് പൊക്കോട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം, ചില സാധനങ്ങൾ ഏച്ചു കെട്ടിയാൽ മുളച്ചിരിക്കും എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത കാര്യം ശാഠ്യം പിടിച്ച് നമ്മൾ അതിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ വ്യക്തിക്ക് കാര്യം പിടുത്തം കിട്ടി, മനസ്സിലായി, കുറച്ചും കൂടെ അവെയർ ആണ് ഈ വ്യക്തി, മുമ്പോട്ട് പോയി കഴിഞ്ഞു. ഇനി തിരിച്ചു വരാനുള്ള ആഗ്രഹമില്ല. നിങ്ങൾ പക്ഷേ തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്, നിങ്ങൾ മുമ്പോട്ട് ഒട്ടും പോയിട്ടില്ല. മനസ്സിലായോ? അപ്പോ രണ്ടു തരം എനർജിയാണ്. ഒരാള് മുമ്പോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് എനർജി, മറ്റേയാള് പറയുന്നില്ല തിരിച്ച് എൻ്റെ അടുത്ത് വരണം, എൻ്റെ കൂടെ ജീവിക്കണം, നിങ്ങളുടെ കൂടെ എനിക്ക് വരാൻ ആഗ്രഹമില്ല, നിങ്ങൾ പോയിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു വരണം. വ്യക്തി പറയുന്നത് ഞാൻ അത് വരില്ല, ഞാൻ പോയി ആ ലെവലെല്ലാം വിട്ട് ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് പോസിബിൾ അല്ല. അപ്പൊ ഈ രണ്ട് എനർജീസിന്റെ ഇടയിലാണ് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താന്ന് നോക്കാം. തിരിച്ചു വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഭഗവാനെ? ഇവർക്കുള്ള അഡ്വൈസ് എന്താണ്? യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തി ഈ സിക്സ് ഓഫ് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുമ്പോട്ട് പോകുക, പ്രശ്നങ്ങളിൽ നിന്ന് മുമ്പോട്ട് പോകുക. ഇവിടെ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം പ്രശ്നങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഗ്രോത്ത് ഇല്ല, മുമ്പോട്ട് ഒരു പോക്കില്ല, ഇവിടെ ഒരു വിക്ടറി ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ ഒരു പോസിബിലിറ്റി ഇല്ല, നിങ്ങൾ ഇതിൽ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ സിറ്റുവേഷൻ അതുപോലെ നിങ്ങളുടെ മനസ്സിൽ അവസ്ഥ അതുപോലെ തന്നെ, എങ്ങനെയാണ് റിലേഷൻഷിപ്പ് അവസാനിച്ച ആ അതേ അവസ്ഥയിലാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. ഒരു തരി നിങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല. മനസ്സിലായി? അതുകൊണ്ട് തന്നെ
ഇവിടെ ഒരു സക്സസ് ആവുന്നതിന്റെ ഒരു പോസിബിലിറ്റി ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് വിട്ട് കളയുക, അതാണ് യൂണിവേഴ്സിന്റെ അഡ്വൈസ്. പക്ഷെ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന്. ഒരു ടാറോ റീഡിനോ ഈവൻ ഒരു യൂണിവേഴ്സിനോ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കൊരു ചോയ്സ് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് എടുക്കാം. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന്. കേട്ടോ? അത് ഞാനല്ല പറയുന്നത്, കാർഡ്സും പറയാൻ പാടില്ല. ഞാനല്ല, കാർഡ്സ് ആണ് പറയുന്നത്. പക്ഷെ കാർഡ്സ് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന്. ഇതിൽ കണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത്. കേട്ടോ? ഇതാകെ സോഡിയാക് സൈൻ വന്നത് പൈസീസ് ആണ്. പൈസീസ് സോഡിയാക് സൈൻ ആണോ ഇവിടെ നിങ്ങളുടെ ആളെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പൈസീസ് സോഡിയാക് സൈനിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അവര് ഉള്ളിലുള്ള കാര്യങ്ങൾ വളരെ സമർത്ഥമായിട്ട് മറച്ചു വെക്കുന്ന ആളുകളാണ്. ഒരിക്കലും പറയില്ല. അപ്പൊ അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോയെങ്കിലും നിങ്ങളെ കാണുമ്പോൾ അവർ ചിരിച്ചു കാണിക്കും. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കും അവർക്ക് ഇപ്പോഴും നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അവര് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടാവില്ല. കേട്ടോ? അപ്പൊ പൈസസ് രണ്ട് മുഖമുള്ളവരാണ്. പൈസസിന്റെ ചിഹ്നം ഒരു മീൻ ഇങ്ങോട്ടും ഒരു മീൻ ഇങ്ങോട്ടുമാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളെ കണ്ട് ചിരിച്ചു കാണിക്കുന്ന പൈസസ് സോഡിയാക് സൈൻ നമ്മളെ സ്നേഹിക്കണമെന്നില്ല. ഇതൊന്ന് ആലോചിക്കുക. കേട്ടോ? അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.